ഞായറാഴ്ച ഒരു വൈകുന്നേരം ഒരു 7 മണിയായപ്പോഴത്തേക്ക് നമ്മൾ പുറത്തോട്ട് ഒന്ന് ഇറങ്ങിയതാണ്. നമ്മുടെ പച്ചക്കറി മാർക്കറ്റിലെല്ലാം ഒന്ന് സന്ദർശിക്കാനായിട്ട് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങണമായിരുന്നു. അന്നേരം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകമായിട്ടുള്ള മാർക്കറ്റൊന്നുമല്ല, റോഡിൻ്റെ 2 സൈഡിലായിട്ടായിരിക്കും എല്ലാ പച്ചക്കറി ഉൽപ്പന്നങ്ങളും എന്ത് സാധനങ്ങളും വാങ്ങിക്കാനായിട്ട് കിട്ടുന്നത്. അതിന് മുന്നോടിയായിട്ട് നമ്മൾ പള്ളിയിലൊക്കെ ഒന്ന് കയറി ഒന്ന് പ്രാർത്ഥിച്ച് കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് നിന്നിട്ട് ആയിരിക്കും മിക്കവാറും സൺഡേകളിൽ നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങാനും അതുപോലെ എന്ത് സാധനങ്ങൾ വാങ്ങാനുമായിട്ട് ഇറങ്ങുന്നത്. അന്നേരം ഇന്ന് പള്ളിയിൽ ചെന്നപ്പം വൈകിട്ട് തമിഴ് പൂജയായിരുന്നു. അന്നേരം തമിഴ് പൂജ കുറച്ച് നേരമൊക്കെ ഒന്ന് കേട്ട് അവിടെ പുറത്ത് ഒന്നിരുന്ന് ഓരോ ഞായറാഴ്ചയും വ്യത്യസ്ത തരത്തിലുള്ള ഭാഷയിലുള്ള പൂജകളായിരിക്കും വൈകിട്ട്. അന്നേരം കുറച്ച് നേരം ഇങ്ങനെ കേട്ടിട്ടുണ്ട്. அவருடைய வாழ்க்கையில் இணைந்த நன்மையான ஒரு சூழ்நிலையை உள்வாங்கி அவற்றுக்காக நன்றி செலுத்துகின்ற பொழுது இறைவனுடைய അത് കഴിഞ്ഞ് നമ്മൾ പച്ചക്കറി വാങ്ങാനായിട്ട് വന്നു. അന്നേരം നോക്കിയപ്പോൾ നമ്മുടെ ക്യാബേജൊക്കെ 10 രൂപ 20 രൂപയ്ക്കൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഇഞ്ചിയാണ് അപ്പുറത്തെ സൈഡിൽ കിടക്കുന്നത്. ഇഞ്ചി 1/2 കിലോ ചോദിച്ചപ്പോൾ ഉണ്ട് 30 രൂപ എന്നവർ പറഞ്ഞ്. 1 കിലോ 50 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ഇഞ്ചിയായിരുന്നു. പിന്നെ ക്യാരറ്റും അതേപോലെ സാലഡ് കുക്കുംബർ ഇതെല്ലാം ഓരോ കിലോ 30 രൂപ ഇതേ ഉള്ളൂ. വളരെ ലാഭത്തിലാണ് ഇവിടെ പച്ചക്കറികളൊക്കെ ഈ സമയത്തൊക്കെ കിട്ടുന്നത്. ചില സമയത്തൊക്കെ നമുക്ക് ഒരുപാട് പൈസ കൂടുമെങ്കിലും എന്നാലും താരതമ്യേന നാട്ടിലെ അപേക്ഷിച്ച് ഇവിടെ പച്ചക്കറികൾക്കൊക്കെ വില കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതേപോലെ ബീട്രൂട്ടും പിന്നെ നമുക്ക് നമ്മുടെ പച്ചപ്പട്ടാണ താണ്ട് ഇത് 1 കിലോ 30 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേരം എല്ലാവരും നിന്ന് വാങ്ങായിരുന്നു കേട്ടോ. ഈ സൺഡേയിലെ വൈകുന്നേരങ്ങളിലൊക്കെ ആയിരിക്കും മിക്കവാറും എല്ലാവരും വാങ്ങുന്നത്. പിന്നെ നമ്മൾ തേങ്ങ നോക്കാനായിട്ട് വന്നു. തേങ്ങ 20, 25, 30 ആ ഒരു വിധത്തിലാണ് ഇവിടെ തേങ്ങയുടെ വില പോകുന്നത്. പിന്നെ നമുക്കത് ഇതേപോലെ പൂളിയ തേങ്ങയൊക്കെ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാനായിട്ട് കിട്ടും. പിന്നെ നാരങ്ങ ഒരു 20 രൂപയ്ക്ക് 4 എണ്ണം വലുത് തരാമെന്ന് പറഞ്ഞ് ചെറുത് 5, 6 ഒക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേരം ഇപ്പോൾ ഇവിടെ ചൂട് തുടങ്ങിയതിലാണല്ലോ, അതുകൊണ്ട് നാരങ്ങയൊക്കെ ഭയങ്കരമായിട്ട് വില കൂടിയിട്ടില്ല. പിന്നെ ഇത് പൂക്കളാണ് കേട്ടോ. പൂക്കൾ റോസപ്പൂവിനൊക്കെ ഒരെണ്ണം 20 രൂപ. ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്തിട്ട് അവരോട് ചോദിച്ചതാണ്. ഇപ്പോൾ നമുക്ക് പൂവിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും ഇവിടെ പൂജയുടെയൊക്കെ സമയമൊക്കെ ആണെന്ന് തോന്നുന്നു ഇനി. എന്നിട്ട് ധാരാളമായിട്ട് പൂക്കളൊക്കെ വരാനായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഓരോ കൂട്ട് പൂവിന് 30 രൂപ വെച്ചിട്ടാണ് അവർ വിൽക്കുന്നത്. 3 കൂട്ടെടുത്ത് കഴിഞ്ഞാൽ 50 രൂപയ്ക്ക് തരാമെന്നൊക്കെ അവർ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ അപ്പുറത്ത് നോക്കിയാൽ പ്ലാസ്റ്റിക് കവറിനകത്ത് പൂ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് 30 രൂപയാണ് പറഞ്ഞേക്കുന്നത്. അന്നേരം നല്ല ലാഭത്തിനാണ്. നമുക്ക് നാട്ടിലൊന്നും ഇത്രത്തോളം വിലക്കുറവിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്നേരം ഇവിടെ ഓരോ പൂജയുടെയൊക്കെ സമയം അനുസരിച്ചിട്ടും ചിലപ്പം വില കൂടിയും കുറഞ്ഞുമൊക്കെ ഇരിക്കും കേട്ടോ. അതൊക്കെ ഓരോ സമയത്ത് ചിലപ്പോൾ കുറച്ചുകൂടെ കൂടുതലായിരിക്കും. പിന്നെ തക്കാളി, സവാള, ഉരുളക്കിഴങ്ങ് ഇതൊക്കെ എല്ലാം തക്കാളിക്ക് എനിക്ക് തോന്നുന്നു 20 രൂപ മാത്രമേ ഉള്ളൂ. ഉരുളക്കിഴങ്ങും സവാളയ്ക്കൊക്കെ കുറച്ചുകൂടെ വില കൂടുതലായിരുന്നു ഈ സമയത്ത്. പിന്നെ നമ്മുടെ നാടൻ വെളുത്തുള്ളി, ഇവിടുന്ന് നാടൻ വെളുത്തുള്ളിക്ക് അവർ 240 രൂപയാണ് 1 കിലോ പറഞ്ഞേക്കുന്നത്. പിന്നെ സാധാരണ വെളുത്തുള്ളിയില്ലേ, അത് ഇതൊക്കെ